മൗലാനിൽ കരീം. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ നാം അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും നാം ചെയ്ത നമ്മുടെ ഇബാദത്തുകളൊക്കെയും അള്ളാഹുത്തല സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാര്യ മക്കളിലൊക്കെ അള്ളാഹുത്തല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നബിയെ താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്താൽ യുഹിബ്ബുക്കുമുള്ള, അള്ളാഹ് നിങ്ങളെ സ്നേഹിച്ചുകൊള്ളും എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ കൽപ്പിക്കുന്നതാണ്, അള്ളാഹു കൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരാരെയാണ്? അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ സ്നേഹിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മുടെ സ്നേഹം മുഴുവൻ അടിസ്ഥാനപരമായി ഉള്ളത് അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന നമ്മളോട് അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിയൂനി, റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ പിൻപറ്റുക, ഇത്തിബാഅ് ചെയ്യുക. ഇതാണ് സ്നേഹത്തിൻ്റെയും ദീനിൻ്റെയും ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ അടിത്തറ നിലനിൽക്കുന്നത് ഈ ഇത്തിബായിലാണ്. റസൂലുള്ളാഹി തങ്ങളോട് പിൻപറ്റുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ പിൻപറ്റുക. പലരും പല രൂപത്തിലാണ് പിൻപറ്റുന്നത്, പലതും പല കാഴ്ചപ്പാടാണ്. ഒരാൾ റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പലരും പല നിലയ്ക്കാ പറയാം. ചില ആളുകൾ മനസ്സിലാക്കിയത് കയ്യിലൊക്കെ നിറച്ച് മോതിരിടുക, എന്നാൽ റസൂലുള്ളാഹിനെ വലിയ പിൻപറ്റലായി പോയിന്ന്. ഹറാമാണ് ഈ സംഭവം. ഒരു വിരലിൽ മോതിരിടൽ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു വിരലിൽ മോതിരിടൽ സുന്നത്തുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. അതന്നെ സീലാണെങ്കിലേ പറ്റൂ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി നിങ്ങൾ മോതിരിട്ടത് സീലാണ്, ഇതേപോലെ കല്ലൊന്നുമല്ല. കത്തെഴുതുമ്പോൾ രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ സീല് വെക്കാൻ വേണ്ടിയാണ് റസൂലുള്ള മോതിരം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിന് ഖാത്തമ് എന്ന അറബിയിൽ പേര് വന്നത്. ഖാത്തമ് എന്ന് പറഞ്ഞാൽ മോതിരം എന്നൊന്നുമല്ല അർത്ഥം, സീല് തന്നെയാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ പോണ അറബികൾക്കൊക്കെ അറിയാലോ. നമ്മളതിന് മോതിരം ആക്കി തീർത്തിരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ മോതിരം ഉണ്ടായിരുന്നു, വിരലിൽ ചെറുവിരലിൽ ഇട്ടിരുന്നു. പക്ഷെ അതിലുള്ളത് മുഹമ്മദ് റസൂല് അള്ളാഹ് 3 വരി കൊത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് മഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ സീല് വെക്കും. അപ്പോൾ അതൊരു ആധികാരിക രേഖയായി മാറും. അതാണ് റസൂലുള്ളാഹിൻ്റെ മോതിരം. അപ്പോൾ കാളി, ജഡ്ജി, കലക്ടർ പോലത്തെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ, സീല് വേണ്ടവർക്കൊക്കെ മോതിരം ധരിക്കൽ സുന്നത്തുണ്ട് എന്നാണ് ഹനഫി മദ്ഹബിലെ കിതാബിലൊക്കെ ഉള്ളത്. അല്ലാത്തവർക്ക് ആ സാധനം സുന്നത്ത് തന്നെ ഇല്ലാന്നാണ്. ഏതാവട്ടെ, സുന്നത്തുണ്ട് എന്നുള്ള നമ്മളെ ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം വെച്ചിട്ട് മോതിരം അങ്ങനെയാണെങ്കിൽ തന്നെ ഒന്നാണ്. രണ്ടാമതൊരു വിരലിൽ മോതിരിട്ടാൽ അവൻ ആരാണ്? ശിഖണ്ഡിയാണ്, ഖുൻസിയാണ്, ആണും പെണ്ണും കെട്ടവനാണെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതാവട്ടെ, അതിൻ്റെ അപ്പുറം 3, 4, 8 വിരലിൽ മോതിരിടുന്ന ശൈഖന്മാരൊക്കെ ഇപ്പം ഉണ്ട്. അപ്പം അങ്ങനെ കുറേ വിരലിൽ മോതിരിടുക, കഴുത്തിൽ കുറേ തസ്ബീഹ്മാല തൂക്കുക, എന്നാലാണ് ഔലിയാകുക എന്ന് വിചാരിക്കണ കുറേ പോയത്തക്കാർ, കുറേ പൊട്ടന്മാർ, കുറേ അന്തല്ലാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊന്നും അല്ല ഇത്തിബാഅ് എന്ന് പറഞ്ഞത്, വസ്ത്രത്തിലല്ല. റസൂലുള്ള ധരിച്ചു. ഇപ്പോൾ ഓരോ ആൾക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, റസൂലുള്ള കമീസ് നീളം കുപ്പായം ധരിച്ചിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഓതാൻ പോണ മൗലിയറ്റികൾക്ക് അടക്കം, മദ്രസയിൽ പോണ കുട്ടികൾക്ക് അടക്കം ഇപ്പം എന്താണ്? നീളം കുപ്പായമാണ്. ആ കുപ്പായം ധരിച്ചില്ലെങ്കിൽ എന്തായി? റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ഒഴിവാക്കിയാളെ. അങ്ങനെ സുന്നത്തില്ല, വസ്ത്രത്തിൽ സുന്നത്തേ ഇല്ല. റസൂലുള്ള ധരിച്ച വസ്ത്രം ധരിക്കൽ നമുക്ക് സുന്നത്തില്ല. അങ്ങനെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഒക്കെ സുന്നത്തില്ല, ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണത്തിൽ സുന്നത്തില്ല. അല്ലാണ്ട് റസൂല് കഴിച്ച ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞ് സുന്നത്തുള്ള കാര്യമൊന്നുമല്ല. ഇനി ഒരാൾ ചോദിക്കണം, റസൂലുള്ള മന്തി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ മന്തി കഴിക്കൽ ഹറാമാണ്. ഇങ്ങനെയൊന്നൊരു നിയമമൊന്നുമില്ല. ഭക്ഷണത്തിൽ ഇത്തിബാഅ് ഇല്ല. പിന്നെ എന്തിനാണ് ഇത്തിബാഅ് വേണ്ടത്? വേണ്ടതിലില്ല, വേണ്ടാത്തതിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇത്തിബാഅ് ആണ്. എന്തൊക്കെയാ വേണ്ടത്? അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. എന്ത് കാര്യത്തിൽ? അലൽ ബിർരി, നന്മയിലാണ് ഒന്നാമതായി പിൻപറ്റേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നന്മയിൽ പിൻപറ്റുക. എന്താണ് ഈ നന്മയിൽ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകരോട് നവ്വാസ് ഇബ്നു സമ്ആൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി നബിയോട് ചോദിക്കുന്നുണ്ട്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വൽ ഇസ്മി, തിന്മയെക്കുറിച്ചും നന്മയെക്കുറിച്ചും, പാപത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു. എന്താണ് ഈ ബിർറ്, നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞാൽ ബിർറു, നന്മ എന്ന് പറയുന്നത് ഹുസ്നുൽ ഖുൽഖി, നല്ല സ്വഭാവമാണ്.
എല്ലാവരോടും നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുക, മൂമിനീങ്ങളെയൊക്കെ കാണുമ്പോൾ സലാം പറയുക, മൂമിനാവട്ടെ അല്ലാത്തവരാവട്ടെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, അയൽവാസികളെ ദ്രോഹിക്കാതിരിക്കുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, ദാഹിച്ചവന് വെള്ളം നൽകുക, അതേപോലെയുള്ള കാര്യങ്ങളാണ് ഹുസ്നുൽ ഖുലുഖിനാണ് ബിർറ് എന്ന് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. വൽ ഇസ്മു, ഈ പാപം, തിന്മ, പാപം എന്ന് പറഞ്ഞാൽ എന്താ, പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നീ അതിൻ്റെ പട്ടിക മുഴുവൻ പഠിക്കാനൊന്നും മെനക്കാടാൻ നിൽക്കണ്ട. ചില ആൾക്കാർ അങ്ങനെയാണ്, ഞാൻ അത് പഠിക്കാൻ എന്താ മാർഗം. ഞങ്ങളുടെ പള്ളിയിലെ അലമാരയിൽ ഒരു ദിവസം ഇങ്ങനെ, വാപ്പയാണല്ലോ അലമാര കൈകാര്യം ചെയ്യുന്നത്, കമ്മിറ്റിക്കാരിൽ നിന്നല്ല. അപ്പോൾ ഒരു ദിവസം അലമാര തിരഞ്ഞു നോക്കിയപ്പോൾ മുസ്ലിങ്ങളും ശരീഅത്ത് നിയമങ്ങളും വന്നിട്ടൊരു പുസ്തകം അവിടെ ഇരിക്കണം, പള്ളിയിൽ അലമാരയിൽ ഇരിക്കണം. അപ്പോൾ ഞാൻ വാപ്പാനോട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 10, 30, 40 കൊല്ലം മുമ്പത്തെ കഥയാണ്. അപ്പോൾ വാപ്പാനോട് ഞാൻ ചോദിച്ചു, എന്താ വാപ്പ ഈ പുസ്തകം ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു, അത് ഈ ശരീഅത്ത് സംബന്ധമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ മൗലവിമാരോട് സംശയം ചോദിക്കാതെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിക്കാർ വാങ്ങി വെച്ച പുസ്തകമാണ്. എന്ത് മുസ്ലിങ്ങൾ ശരീഅത്ത് നിയമം, അത് ശരീഅത്ത് നിയമം പറയുന്ന പുസ്തകമല്ല. ശരീഅത്ത് നിയമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ അകന്നു പോയതിനെ പറ്റി പറയുന്ന എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയൊരു പുസ്തകമാണ്. പക്ഷെ ബുക്ക് സ്റ്റാളുകാരനോട് പോയിട്ട് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, ശരീഅത്ത് നിയമങ്ങളിൽ നിന്ന് കണ്ട ഒരു പുസ്തകം എടുത്ത് കൊടുത്തു. അതാണ് പള്ളി കമ്മിറ്റി കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അതിലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്താ, അപ്പോൾ അതേപോലെ ഈ ഇസ്മ, പാപം എന്ന് പറഞ്ഞ് എൻ്റെ പട്ടികയൊന്നും തിരയണ്ട. അല്ലാണ്ട് റസൂല് പറഞ്ഞു, തിന്മ, പാപം എന്ന് പറഞ്ഞാൽ മാ ഹാക്ക ഫീ സ്വദിരിക്ക, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പാപമാണ്. ഇത് നാട്ടുകാരറിഞ്ഞാൽ മോശമല്ലേ, മറ്റുള്ളവരറിഞ്ഞാൽ ബസലത്തരല്ലേ, ആളുകൾ അറിഞ്ഞാൽ എന്നെ ചേപ്രയായി കാണൂലേ എന്ന് വിചാരിക്കുന്ന വാക്ക്, പ്രവൃത്തിയൊക്കെ തിന്മയാണ്. വകരിഹത്ത അൻ യത്വലിയ അലൈഹിന്നാസ്, മനുഷ്യന്മാർ ഇത് വെളിവായി അറിയൽ നീ വെറുക്കുന്നു, ആളുകൾ അറിയൽ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഏത് കാര്യം പറയലും, ഏത് കാര്യം ചെയ്യലും, ഏത് രൂപത്തിൽ പ്രവർത്തിക്കലും, അങ്ങനത്തതൊക്കെയും അത് പാപമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ അതിലാണ് ഇത്തിബാ നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ കാര്യം ഹുസ്നുൽ ഖുലുഖ്, സ്വഭാവത്തിൽ നല്ല സ്വഭാവത്തോടുകൂടി ആളുകളോട് പെരുമാറുക, എല്ലാവരോടും ചിരിക്കുക. ചിരിക്കേണ്ടവരോട് ചിരിക്കുക എന്നാട്ടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരോടും ചിരിക്കുക എന്ന് പറഞ്ഞാൽ അറബിയായ കാഫറിനെ കാണുമ്പോൾ ചിരിക്കണം എന്നൊന്നും ഈ പറഞ്ഞതിൽ പെടൂല. BJP കാരനെ കാണുമ്പോൾ ചിരിക്കണം എന്നൊന്നും അല്ല ഈ പറഞ്ഞത്. അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി നടക്കണം, നമ്മളെ കൊന്നിട്ട്, നമ്മുടെ മക്കളെയൊക്കെ കൊന്നിട്ട് ആ വീട് എനിക്ക് പിടിച്ചെടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് നടക്കണവനാണ് BJP കാരൻ. അവനോട് ചിരിക്കേണ്ട ആവശ്യമൊന്നും ഞമ്മക്കില്ല. നല്ല വേറുള്ള ഒരുപാട് ദിബ്ബിയായ മനുഷ്യന്മാരില്ലേ, മുസ്ലിങ്ങളോട് സ്നേഹവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും. അവരോടൊക്കെ ചിരിക്കുക, അവരെയൊക്കെ സഹായിക്കുക, അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരുടെ വിഷമങ്ങളിൽ അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് ആശ്വസിപ്പിക്കുക, അവരുടെ സന്തോഷങ്ങളിൽ ആശംസകൾ കൈമാറുക. ഇതൊക്കെയാണ് നന്മ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിലാണ് നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടത്. ഒന്നാമത്തെ ബിർറ്. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തഖ്വ. രണ്ടാമതായി നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടത് തഖ്വയിലാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുന്നതിലാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതേപോലെ പിൻപറ്റുക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുക. അത് തെറ്റാണെന്നറിഞ്ഞാൽ, തിന്മയാണെന്നറിഞ്ഞാൽ ഒന്ന് വിട്ടു നിൽക്കുക. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളും സുന്നത്താക്കിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക, ഹറാമാക്കിയ കാര്യങ്ങളും കറാഹത്താക്കിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു റഹ്ബത്തി, ഭയം, പേടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എപ്പോഴും നമ്മൾ പേടിക്കണം. നമ്മൾ ഈ നിലയിൽ ഇപ്പം അങ്ങ് മരിച്ചുപോയ എവിടെ പോകുമെന്ന് പേടി നമുക്കൊക്കെ ഉണ്ടാവണം. എൻ്റെ അമ്മായിൻ്റെ മകൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കരിമ്പുക്കടയിൽ, കോയമ്പത്തൂർ കരിമ്പുക്കടയിൽ. അപ്പോൾ ഞാൻ അവിടെ സ്കൂൾ പൂട്ടി അവിടെ പോയി താമസിക്കുക. അപ്പോൾ അവിടെ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ഒരാളാണ് സെക്യൂരിറ്റി വർക്ക്ഷോപ്പിൽ. ആരെങ്കിലും വന്ന് വല്ലതൊക്കെ എടുത്തുകൊണ്ട് പോകണതിന് കുറേ വിശാലമാണ്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ. അപ്പോൾ ഇതിൻ്റെ നേരെ മുമ്പിലൊരു വീടിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പിൽ ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. ഞാനതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാൾ അവിടെ ഇരിക്കുകയാണ്. ഇയാളിങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ പോയി താങ്ങി ഇയാളെ. താങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോക്ക് ശരിയല്ല, ഇത് വെറും തളരലല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തിരിക്കൊരു തൂക്കുപാത്രം ഇരിക്കുന്നുണ്ട്. ആ തൂക്കുപാത്രം തുറന്നിട്ട് അതിൽ വെള്ളം ഉണ്ടാവും, വെള്ളം കൊടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ അത് കള്ളാം. ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുടിക്കാൻ മുപ്പർക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. വെള്ളക്കള്ള്, കരിമ്പനക്കള്ള് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, കുടിക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല. പാവം, അല്ല പുറത്തു കൊടുക്കട്ടെ, മുസ്ലിം ആണല്ലോ. എന്നാലും ഏതായാലും അതിൻ്റെ ഒന്നും അവസരം ഉണ്ടായില്ല. അപ്പോഴേക്ക് ആളുകളെ കൂടി വണ്ടി കയറ്റി കൊണ്ടുപോയി ആശുപത്രി എത്തുമ്പോഴേക്ക് ആൾ മരിച്ചു.
മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞത് പേടിക്കണം. നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ മരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു സിനിമയ്ക്ക് പോയി, ഇബ്രാഹിം മൊയ്ലിയൊരു സിനിമയ്ക്ക് പോയി. സിനിമ കാണാന്ന് പറഞ്ഞപ്പോൾ വലിയൊരു മഹാഭാവമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഞാനിപ്പോൾ ഒരുപാട് തിയേറ്ററിലൊക്കെ പോയി സിനിമയൊക്കെ കണ്ട ആളൊക്കെ തന്നെ, അല്ലാഞ്ഞിട്ടല്ല. അപ്പം ഞാൻ സിനിമയ്ക്ക് പോയി. പക്ഷെ സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടെങ്ങാനും ഞാൻ മരിച്ചാൽ എന്താ പിന്നെ മനുഷ്യന്മാർ പറയാ, നല്ലൊരു മൂല്യരായിരുന്നു, പക്ഷെ അന്ത്യം വളരെ മോശമായി പോയി, സിനിമ കൊട്ടായിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ മരിച്ചത് പറയില്ലേ? അത് പറയും. ഇതാ ഹൗഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണം. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ, നമ്മളൊരു പാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ തീർച്ചയായും നമ്മുടെ ഏറ്റവും വലിയ നിന്ദ്യതയായിട്ട് അത് ഭവിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമതായി റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കണം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള പേടി, വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരുമെന്നുള്ള പേടി നമുക്കുണ്ടാവണം. ആ പേടിയോടുകൂടെ ഒരാൾ ജീവിക്കുകയും അവന്റെ നഫ്സിനെ അവൻ തിന്മകളിൽ നിന്ന്, തോന്നിയാസങ്ങളിൽ നിന്ന് തടയുകയും ചെയ്താൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗമാണ് അവന്റെ കേന്ദ്ര സ്ഥലം, ചെന്നു ചേരുന്ന സ്ഥലം എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ പേടി നമുക്കൊപ്പോഴും ഉണ്ടാവണം. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു പേടി വേണം. എന്തും സംഭവിക്കാം. ഇവിടെ വെച്ചിട്ടാവാം എൻ്റെ മരണം. അങ്ങനെ വന്നാൽ അത് എനിക്ക് ചീത്തപ്പേരാണ്, എൻ്റെ പിൻഗാമികളായ മക്കൾക്ക് വരെ ചീത്തപ്പേരാണ്. അതുകൊണ്ട് അത് വരാൻ പാടില്ല എന്ന ബോധം ഒരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമുക്ക് തെറ്റിൽ ഇടപെടാൻ കഴിയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമതായിട്ട് അള്ളാഹിന്റെ റസൂല് പറയുന്നു, വദില്ലത്തിൻ നഫ്സി, നീ എന്നെ പിൻപറ്റേണ്ട മറ്റൊരു കാര്യം. അള്ളാഹിന്റെ റസൂല് ജീവിച്ച ജീവിതമാണ് ഈ റസൂലുള്ള പറയുന്നത്. ഇതൊക്കെയാ റസൂലുള്ളാന്റെ ജീവിതം. എപ്പോഴും പേടിയിലായിരുന്നു അള്ളാഹിന്റെ റസൂല്. അതേപോലെ തന്നെ അള്ളാഹിന്റെ റസൂല് ഏറ്റവും ദില്ലത്തുൻ നഫ്സാണ്. ഏറ്റവും താഴ്ന്നവൻ ഞാനാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന മനുഷ്യൻ ഞാനാണ്. എന്നെക്കാളൊരു താഴ്ന്ന മനുഷ്യൻ ലോകത്തില്ല എന്ന ദില്ലത്തുൻ നഫ്സ്. ഞാൻ താഴ്ന്നവനാണ്, ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാൻ വലിയ പോക്കിരിയൊന്നുമല്ല, ഞാൻ വലിയ മഹാനൊന്നുമല്ല, ഞാൻ വലിയ കൊള്ളാവുന്നവരൊന്നുമല്ല എന്ന ബോധം നമുക്ക് എപ്പോഴും വേണം. അതില്ലെങ്കിൽ നമ്മൾ വലിയ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടും. ദില്ലത്തുൻ നഫ്സ്. നമ്മളെ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം നോക്കി നിങ്ങൾ, നമുക്ക് എത്ര വരുമാനം ഉണ്ടായപ്പോൾ നമ്മളെ സമൂഹത്തിലെ വലിയ പ്രശ്നം, വരുമാനമുള്ള ആളുകൾക്ക്, തൊഴിലും പണിയൊക്കെ ഉള്ളവർക്ക് പോലും ജീവിക്കാൻ അത് മതിയാകണില്ല എന്നതാണ്. ശരിയല്ലേ? ആണോ അല്ലയോ? ശരിയാണല്ലോ. എനിക്കും അതുതന്നെയായിരുന്നു പ്രശ്നം പണ്ടൊക്കെ, കുറെ മുമ്പ്. ഞാനൊരു വലിയ തങ്ങളോട് പറഞ്ഞു, എനിക്ക് ശമ്പളമൊക്കെ വലിയ ശമ്പളം കിട്ടുന്നുണ്ട് തങ്ങൾ പാപ്പ, പക്ഷേ എനിക്ക് അതിൽ ബർക്കത്തില്ല എന്ന് തോന്നുക, അതിൽ ഫലപ്പെടണില്ല. അതുകൊണ്ട് കിട്ടുന്നത് കുറച്ചായാലും അതിൽ ബർക്കത്ത്. 1100 റുപ്യക്ക് ജോലി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇപ്പം 20,000 കിട്ടിയിട്ടും ബർക്കത്തില്ല എന്ന് തോന്നണോ? അതുകൊണ്ട് നിങ്ങൾ കിട്ടണതിൽ ബർക്കത്തുണ്ടാകാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കും. അപ്പം ഇയാളൊരു പണി പറഞ്ഞു തന്നു. പക്ഷെ ആ പണി ഇമാമായി ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? സുബൈൻ്റെ നിസ്കാരത്തിൻ്റെ ദുആയിൽ ഒരു ദുആയുണ്ട്. ആ ദുആ പൊതുവെ ദുആക്കാൻ പറ്റണ ദുആയല്ല. ഞാനും ഭാര്യയാവുമ്പോൾ കുഴപ്പമില്ല, അത് പള്ളിയിലൊന്നും പറ്റുന്ന ഏർപ്പാടല്ല, കുറച്ച് നീണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് പറ്റണ ജമാഅത്തല്ലാത്ത നിസ്കാരത്തിൽ, പുറത്തുള്ള പള്ളിയിലൊന്നും ജമാഅത്തല്ലാത്ത നിസ്കാരത്തിലേ പറ്റുള്ളൂ. ഏതായാലും ഞാൻ അന്ന് മുതൽ അത് ചെയ്യാൻ തുടങ്ങി. ഇന്നടക്കം ഞാനത് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊക്കെ അത്ഭുതം ഉണ്ടാവില്ലേ, ജോലിയില്ലാതെ എങ്ങനെ ഇയാൾ ജീവിക്കണമെന്ന്. ആ ഒറ്റ ദുആ മതി. പക്ഷെ കിട്ടേണ്ടവരിടത്ത് കിട്ടണം കേട്ടോ, ഇജാസത്ത് മതിയൊക്കെ. അത് കിട്ടിയാൽ മതി, പിന്നെ വരുമാനമൊന്നും വേണ്ട. കിട്ടുന്നതിലൊക്കെ ബർക്കത്തുണ്ടാവും, വേണ്ട സമയത്തൊക്കെ കിട്ടും, ഒന്നിനും ഒരു കുറവും വരൂല, എല്ലാം ഭംഗിയായി നടക്കും. പടച്ചോന്റെ സഹായം നമുക്കുണ്ടായാൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആദ്യം ജീവിതത്തിൽ നമ്മളൊരു മാറ്റം വരുത്തണം. ദില്ലത്തുൻ നഫ്സ്. ഇപ്പം നമ്മൾക്ക് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. പല കുടുംബങ്ങളും കടത്തിലിങ്ങോട്ട് മുങ്ങിയിട്ട് പിഴിഞ്ഞ കടം ഇങ്ങനെ വരുന്ന രൂപത്തിലാകണം. എന്തുകൊണ്ടാ? അമിതമായ ചെലവ്, വരുമാനത്തെ പറ്റി ബോധമില്ലാതെ ആരെങ്കിലുമൊക്കെ കാട്ടണ പോലെയൊക്കെ ജീവിക്കണം. എന്ത് വേണമെങ്കിലും എന്തൊക്കെയാ കാട്ടിക്കൂട്ടണ ഒരു കണക്കില്ല. ഞാൻ ഇന്നലെ ഇട്ട ബനിയൻ 25 കൊല്ലം പഴക്കമുള്ളതാണ്. ഉളിയന്നൂർ ജോലി ചെയ്യണ സമയത്ത്, ഉളിയന്നൂർ പള്ളിയിൽ, ആലുവയിൽ ഉളിയന്നൂർ പള്ളിയിൽ ജോലി ചെയ്യണ ആവത്ത് വീരാക്കുട്ടിയാക്കാന്ന് പറഞ്ഞൊരാൾ, അയാൾ ഒരു കള്ളിമുണ്ട്, ഒരു ഫോറിൻ കള്ളിമുണ്ട് മകൻ കൊണ്ടുവന്നാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഫോറിൻ കള്ളിമുണ്ട്, ഒരു ചുവന്ന ടീഷർട്ടും കൂടി കൊണ്ടുവന്ന് തന്നു എനിക്ക്. അക്കാലത്ത് അതുപോലത്തെ ഒന്ന് വി എസ് അച്യുതാനന്ദനും ഉണ്ടായിരുന്നു, നല്ല ടീഷർട്ട് അത്. അപ്പം അച്യുതാനന്ദനും അത് ഇട്ടിട്ട് നടക്കാനൊക്കെ ഇറങ്ങിയിരുന്നത്. അപ്പോൾ എനിക്കും അതൊരു പൗറായി തോന്നി. ഞാൻ ആ ടീഷർട്ടാണ് ഇട്ടിരുന്നത്. ഇപ്പോഴും ഞാനത് ഇടുന്നുണ്ട്. ഭാര്യയും മക്കളൊക്കെ കളിയാക്കും, 10-25 കൊല്ലായാലും മനുഷ്യനെങ്കിലും അത് ഒഴിവാക്കണം. ഞാനത് ഒഴിവാക്കാറില്ല.
ഇപ്പോഴും അതന്നെ ഞാനിരുന്നു. എന്താ പേരുള്ളത്? 25 അല്ല 30 കൊല്ലായി. ഇന്നെന്താ കുഴപ്പമുള്ളത്? നമുക്ക് പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കാലോ. ദില്ലത്തുൻ നഫ്സ് അത്ര മതി. ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ അത്ര വലിയ പോക്കിരി രാജാവൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു താന്ന വസ്ത്രം ധരിച്ചത് കൊണ്ടോ, ഞാനൊരു വില കുറഞ്ഞ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഞാനല്ലാതാകൂല എന്ന ബോധത്തിലേക്ക് നമ്മൾ വരണം. പക്ഷെ അത് വരുന്നില്ല. ഓരോരുത്തർ വസ്ത്രം ധരിക്കണത് 1000, 1500, 5000. ഞാൻ ഇപ്പോൾ ഇവിടെ 12,000 റുപ്യൻ്റെ മുണ്ട്, 12,000 റുപ്യൻ്റെ മുണ്ട്, ഡബിൾ മുണ്ടേ, രാംസൺസില്. ഇതൊക്കെ ആരോ വാങ്ങി കൊടുക്കണ കൊണ്ടല്ലോ ഇപ്പൊ അതങ്ങനെ ഇറക്കണവര്, അല്ലെങ്കിൽ ഇറക്കൂലല്ലോ. ഞാൻ കൊടുക്കണ മുണ്ട് നോക്കി നിങ്ങൾ. ഈ മുണ്ട് ഇതൊരു അത്ഭുത മുണ്ടാണ്. ഞാൻ ഒക്കെ പറഞ്ഞു തരൂല. ഇതുപോലത്തെ കുറേ മുണ്ടുണ്ട് എൻ്റെ കയ്യിൽ. 15 കൊല്ലത്തിൻ്റെ ഇപ്പുറമുള്ളതൊന്നും അതൊന്നും. ഒക്കെ ഒരു 15 കൊല്ലത്തിൻ്റെ അപ്പുറമുള്ളതാണ്. കുറേ കൃത്രിമം അതിൽ എൻ്റെ വകയായിട്ട് ഞാൻ കൂട്ടിക്കൊടുക്കും. ഞാനത് ഉപയോഗിക്കും. അതിലൊന്നും എന്താ വരാനുള്ള. അതിൻ്റെ പേരിൽ എന്നെ ഞാനല്ലാന്ന് ആരും കണക്കാക്കൂല. എൻ്റെ പത്രാസിൽ ഒരു കുറവും അതുകൊണ്ട് വന്നിട്ടില്ല. ഒരു സദസ്സൊന്നും ആരും എന്നെ ഇറക്കി വിട്ടിട്ടുമില്ല. പിന്നെ ഈ ഷർട്ട് ഇട്ടിട്ട് ഞാനൊരു പള്ളിയിൽ ജോലിക്ക് പോയി, ജോലി ഏൽക്കാൻ. ഈ ഷർട്ട് തന്നെ MCRൻ്റെ ഷർട്ടാണ്. അത് അവർക്ക് പറ്റിയില്ല. ചുളിഞ്ഞ ഷർട്ട് ഇട്ടിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് ഈ മൂലയിൽ പറ്റൂല എന്ന് പറഞ്ഞ് വിട്ടു. ഈ ഷർട്ടാണ് ഇട്ടിട്ട് പോയത്. MCR കമ്പനി ഇറക്കിയ ഷർട്ടാണ്, പക്ഷെ ചുളി ഉണ്ട് എന്നാണ് പ്രശ്നം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് കടവും വരൂല, നമ്മളൊരാളുടെ മുമ്പിൽ മാനം കെടൂല. അല്ലാണ്ട് റസൂല് പറഞ്ഞ് ഇത്തിബാ അവിടെ വരും. ദില്ലത്തുൻ നഫ്സ് വേണം. നമ്മൾ താഴ്ന്നവരായി ജീവിക്കണം. ഏറ്റവും താഴ്ന്നവൻ ഞാനാണ്. എന്നെക്കാളും അത്ര വലിയ വില കൂടിയ വസ്ത്രം ധരിക്കാൻ മാത്രമൊന്നും ഞാനില്ല, അത്ര വലുതിന് മാത്രം ജീവിക്കാൻ ഞാനില്ല എന്നൊക്കെ ഒരു ചിന്തിക്കുന്നൊരവസ്ഥ. ഞാനിത് വെറുതെ പറയുന്നല്ല. നമ്മളെ ഉസ്താദ്, ബഹുമാനപ്പെട്ട വണ്ടൂർ ജാമിയ വാബിയയിലെ ഉസ്താദായിരുന്ന ഉണ്ണി മുഹമ്മദ് മൗലവി, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ണിയലേര് എന്ന് പറയുന്ന പാവം. അത് മൂപ്പര് അങ്ങനെയായിരുന്നു. ഏറ്റവും ലളിതമായ ജീവിതം ജീവിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഇത്ര ദരിദ്രനായി ജീവിച്ച് ദരിദ്രനായി മരിക്കുക. റസൂലുള്ളാഹി പറയുന്നില്ലേ, മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിക്കുക. അതാ മൂപ്പരുടെ അവസ്ഥ. വ്യാഴാഴ്ച ഉച്ചയായ നാട്ടിലേക്ക് പോകുമല്ലോ. അപ്പൊ നാട്ടിൽ പോണ നേരത്ത് ഉച്ചയാകുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞ് സെവക്ക് നിർത്തുമ്പോൾ തോണിയേ എന്നിങ്ങനെ നീട്ടി വിളിക്കും. തോണിപ്പാടോ എന്നിങ്ങനെ വിളിക്കും. വിളി കേട്ടാൽ എനിക്ക് മനസ്സിലാവും എന്താ കേടുന്ന്. അപ്പൊ എന്താ പറയണോണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പദവി ഉയർത്തി കൊടുക്കട്ടെ. നമ്മക്കും അങ്ങനെ. ഒരു 10 റുപ്യ തരൂ എന്ന് ചോദിക്കും മൂപ്പര്. അപ്പൊ 12 റുപ്യ വേണം സത്യത്തിൽ മൂപ്പർക്ക് എവിടേക്ക് എത്തണമെങ്കിൽ, വീട്ടിലേക്ക് എത്തണമെങ്കിൽ. ആ 12 കയ്യിലില്ലാഞ്ഞിട്ടായി ചോദിക്കണം. ഒരു 10 റുപ്യ ഉണ്ടാവോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ വടക്കേത്തല അവിടെ പള്ളിയുണ്ട്, നിസ്കാരപ്പള്ളിയിൽ ഇമാമ. 125 റുപ്യ ശമ്പളം ഉണ്ട് എനിക്കൊരു മാസത്തിന്. പഠിക്കണ സമയത്തൊക്കെ അതേ പറയുന്നു കേട്ടോ. 125 റുപ്യ ശമ്പളം ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും എപ്പോഴും. ഞാൻ മുതലാളിയാ. അപ്പം എനിക്ക് ഈ 125 റുപ്യ കൊണ്ട് ഞാൻ മുതലാളിയായി മാറിയിരിക്കുക. അപ്പോൾ 10 റുപ്യ ചോദിക്കും, കടമായിട്ട് ചോദിക്കുക. ആ 10 റുപ്യ ഞാൻ കൊടുക്കുമ്പോൾ 12 കയ്യിൽ കൊണ്ട് കൊടുക്കും. അത് വാങ്ങിയിട്ട് മൂപ്പര് അങ്ങാടിക്ക് നടക്കും. ഒരു 1.5 കിലോമീറ്റർ അങ്ങാടിക്ക് നടക്കും. അല്ലെങ്കിൽ അതിന് പൈസ കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് മൂപ്പര് കാവനൂർ വഴിക്ക് പോണ ബസ്സിന് കയറിയിട്ട് ആ 12 റുപ്യ കൊടുത്തിട്ടാണ് മൂപ്പര്. ആ 12 കൊടുക്കണോടത്ത് മൂപ്പര് 10 കൊടുക്കും. അപ്പോൾ 10 12 പറഞ്ഞാലേ പിന്നെ 2 കൊടുക്കുള്ളൂ. മൂപ്പര് പറഞ്ഞ ന്യായം, ചോദിക്കാതെ കൊടുത്താൽ നമ്മൾ പൊട്ടനാവൂലേ. അപ്പൊ ചോദിച്ചിട്ട് കൊടുത്താൽ പിന്നെ പടച്ചോൻ്റെ അടുത്ത് നമ്മൾ കുറ്റക്കാരാവൂലല്ലോ എന്നാ മൂപ്പര് അതിന് മസേല പറയാം. അങ്ങനെ ജീവിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അല്ലാണ്ട് ഇന്നോവ ക്രിസ്റ്റ വേണം, അത് മറ്റേ കാറ് വേണം, അല്ലെങ്കിൽ BMW വേണം, അങ്ങനത്തെ ആളുകളെ അല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മൾ ഏറ്റവും താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. അവരെ മാതൃകയാക്കി ഏറ്റവും താഴ്ന്ന ഭക്ഷണം, ഏറ്റവും താഴ്ന്ന വസ്ത്രം, ഏറ്റവും താഴ്ന്ന വീട്, ഏറ്റവും താഴ്ന്ന വാഹനം. അൽ മർക്കബുൽ ഹയ്യിനു എന്ന് റസൂലുള്ള പറഞ്ഞതുകൊണ്ട് ലളിതമായൊരു വാഹനം അതേ അള്ളാന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ആ ലളിതം എന്ന് പറയുന്നത് പിന്നെ കൂടുകയാണല്ലോ. ലക്ഷങ്ങൾ കോടികളിലേക്ക് ആ വാഹനങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. വില കൂടി വരികയാണ്. ആഗ്രഹം കൂടുകയാണ്. നമ്മുടെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, അള്ളാന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഏത് കാര്യത്തിൽ? ഒന്നാമത്തായിട്ട് നന്മയിൽ പിൻപറ്റുക, തഖ്വയിൽ പിൻപറ്റുക, ഭയത്തിൽ പിൻപറ്റുക, നിന്ദ്യതയിൽ പിൻപറ്റുക. നിന്ദ്യരായി ജീവിക്കുക. ആളുകൾക്കിടയിൽ വലിയ ആളായിട്ട്, വലിയ ആള് കല്യാണ നിശ്ചയത്തിനൊക്കെ വിളിക്കപ്പെടുക, വലിയ വലിയ പരിപാടികൾക്കൊക്കെ പരിഗണിക്കപ്പെടുക, എല്ലാ കാര്യത്തിലും ഒന്നാമത്തെ സെഫിൽ കൊണ്ടിരുത്തപ്പെടുക, അല്ലേ? അങ്ങനത്തെ ഒരാളാകാൻ ആരും ശ്രമിക്കരുത്. അതൊന്നും വേണ്ട. ആർക്കിടയിലും അറിയപ്പെടാതെ, ഉണ്ണിസ്ഥാനിയൊക്കെ പോലെ ഞാൻ പറയുന്നത് കൊണ്ടാണ്, ആർക്കിടയിലും അറിയപ്പെടാതെ
പരിഗണിക്കപ്പെടാതെ താഴ്ന്ന നിലയിൽ ജീവിക്കുക, ആ താഴ്ന്ന നിലയിൽ അങ്ങോട്ട് മരിച്ചു എന്നാൽ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കുക. അള്ളാഹുത്താല ആ നിലയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ പിൻപറ്റി ഇത്തിബാഗ്, ആ പൂർണ്ണമായ ദില്ലത്തും ആ പൂർണ്ണമായ ഹുസ്നുൽ ഖുലുക്കും ആ റഹ്ബത്തും തഖ്വയുമായി റസൂലുള്ളാഹി